റീനീറ്റിനായി ഇനി 15 ഡേയ്സ് മാത്രം. ഈ 15 ഡേയ്സിന്റെ സമയത്ത് നമ്മുടെ മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരേണ്ട 2 കാര്യങ്ങളുണ്ട്. ഇതിൽ ഏതാണോ നാം പിക്ക് ചെയ്യുന്നത് അതായിരിക്കും നമ്മുടെ ലൈഫിന്റെ ചോയ്സായി മാറാൻ പോകുന്നത്. എന്താണ് ഈ 2 കാര്യങ്ങൾ? ഫസ്റ്റ് വൺ, ഒന്നുകിൽ നമുക്ക് NDA ബ്ലെയിം ചെയ്യാം. കഴിഞ്ഞ പരീക്ഷ ഇങ്ങനെയൊക്കെ ആയി പോകാതിരുന്നിരുന്നെങ്കിൽ എനിക്ക് നല്ല മാർക്ക് കിട്ടിയേനെ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പഠിച്ച രീതിയിൽ അന്നത്തെ പരീക്ഷ എനിക്ക് ഈസി ആയിട്ട് എഴുതാൻ സാധിച്ചതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ കഴിഞ്ഞു പോയ പരീക്ഷയെക്കുറിച്ച് നമുക്ക് വീണ്ടും ടെൻഷനോടുകൂടി ആലോചിച്ചും ചിന്തിച്ചുമൊക്കെ ഇരിക്കാം. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമുക്കറിയാം ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ആണ്, ചോയ്സ് ആണ്. എന്താണ് ചോയ്സ്? വീണ്ടും വരും ചോയ്സ്. നമ്മൾ ഈ കഴിഞ്ഞ പരീക്ഷ എഴുതി കഴിഞ്ഞെങ്കിൽ, നീറ്റ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു കോഴ്സിന് ജോയിൻ ചെയ്യുക, വീണ്ടും പഠിക്കുക എന്നുള്ളതാണ്. അവിടെയും നമുക്ക് തോൽവി ഉണ്ടാകാം, അപ്പോൾ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ ആ ജോലി കിട്ടാതിരിക്കാം, അല്ലെങ്കിൽ കിട്ടാം, അവിടെയും ഫെയിൽ ഉണ്ടാവാൻ, വിൻ ചെയ്യാം. ഇങ്ങനെ ജീവിതകാലം മുഴുവൻ പല പ്രശ്നങ്ങളെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടവരാണ് ഒരു വിദ്യാർത്ഥി, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നൊരു പരീക്ഷ എഴുതി കഴിഞ്ഞു, അതുകൊണ്ട് ജീവിതത്തിൽ എല്ലാമായി എന്ന് ചിന്തിക്കുന്നതിന് പകരം രണ്ടാമത് വന്ന എക്സാമിനേഷനെ, അല്ലെങ്കിൽ ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ ചാൻസുകളെയും ഞാൻ അവസരമാക്കി മാറ്റുമെന്ന് ചിന്തിക്കുന്നവരാണ് ജീവിതത്തിൽ വിജയം നേടുന്നത്. ഇവിടെ റീനീറ്റിനെ എങ്ങനെയാണ് ഒരു ചാൻസ് ആക്കി മാറ്റേണ്ടത്? എല്ലാ ദിവസവും 2 മണി മുതൽ 5 മണി വരെയുള്ള 3 മണിക്കൂർ എക്സാമിനേഷൻ, മോഡൽ എക്സാമിനേഷൻ എഴുതി മോക്ക് ടെസ്റ്റ് പേപ്പറിലൂടെ തന്നെ നാം മുന്നോട്ട് പോവുക. ഇതിനോടൊപ്പം ബാക്കിയുള്ള സമയത്ത് ആ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ് വെച്ച് റിവൈസ് ചെയ്യുക. ബാക്കിയുള്ള മുഴുവൻ സമയത്തെയും ഈ മോക്ക് ടെസ്റ്റ് പേപ്പർ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് ഏതെങ്കിലും മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ആ മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യുക. ഇതിനോടൊപ്പം പഠിച്ചു കഴിഞ്ഞ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 ടോപ്പിക്കുകളും നന്നായിട്ട് റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്യാൻ എല്ലാ വിദ്യാർത്ഥികളുടെ കയ്യിലും ക്യാപ്സ്യൂൾ നോട്ടുകൾ ഉണ്ടാവും. അതിൽ തന്നെ എല്ലാ ദിവസവും 6 അവേഴ്സ് ബയോളജിക്ക് വേണ്ടി തന്നെ റിവിഷൻ ചെയ്യാൻ നാം മാറ്റിവെക്കുക. 4 അവേഴ്സ് ഫിസിക്സിനും 4 അവേഴ്സും കെമിസ്ട്രിക്ക് വേണ്ടി മാറ്റിവെച്ച് റിവിഷൻ പ്രോപ്പറായിട്ട് ചെയ്യുക. ഈ റിവിഷൻ ടൈമിൽ തന്നെയും ക്വസ്റ്റ്യൻസ് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യണം. ഈ റീനീറ്റ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ചാൻസിനെ ശരിയായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും നല്ല വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനായി ഇനിയുള്ള ദിവസങ്ങളിൽ മോക്ക് ടെസ്റ്റ് പേപ്പറുകൾ എഴുതുക, റിവിഷൻ ചെയ്യുക, നല്ല കോൺഫിഡൻസോടെ മൈൻഡ് സെറ്റോടുകൂടി പരീക്ഷാ ഹാളിലേക്ക് എത്തുക. ഓൾ ദി ബെസ്റ്റ്.